ഇന്ന് ഞാൻ സ്ട്രെയിറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഒരു അടിപൊളി ഹാക്കാണേ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് ബനിയൻ ക്ലോത്ത് അങ്ങനത്തെ മെറ്റീരിയലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും നേരെയുള്ള സ്റ്റിച്ച് നമുക്ക് കിട്ടാറില്ല, അല്ലെങ്കിൽ ഹൈലി പ്രൊഫഷണൽ ആയിരിക്കണം. അതുകൊണ്ട് ഞാനൊരു അടിപൊളി ഹാക്ക് എന്ന് പറഞ്ഞു തരാൻ പോവാണ്. ഭയങ്കര സിമ്പിളാണ്. അതാ ഈ സ്റ്റിച്ച് കണ്ടോ, നമ്മൾ എങ്ങനെ വളച്ച് തിരിച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് കിട്ടാറില്ല ചിലപ്പോൾ. അപ്പോൾ നമ്മൾ എവിടെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഏതാന്ന് ഉള്ളത് നോക്കിയിട്ട് നമ്മൾ ഒന്നീ സ്കെയിലോ അതുപോലെ നീളത്തിലുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ചെറുതായിട്ട് പേന കൊണ്ട്, അറിയാത്ത രീതിയിലാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കളറിൽ തന്നെ ചോക്ക് വാങ്ങിച്ചാലും മതി. ഈ ഫാബ്രിക് ചോക്സ് കിട്ടും. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് അവിടെ ഇവിടേക്കായിട്ട് ഓരോ വര കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ പുറമേ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. കാരണം നമുക്ക് ഇപ്പം ഒത്തിരി സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരല്ലാതെ വേറെ ആര് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ചുരുങ്ങുന്ന മെറ്റീരിയൽ, പ്രത്യേകിച്ച് ബനിയൻ ക്ലോത്ത് ഇങ്ങനത്തെ എലാസ്റ്റിസിറ്റി കൂടുതലുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് അത് സ്റ്റിച്ച് സ്ട്രെയിറ്റ് അല്ലാവാതെ പോകാൻ ചാൻസസ് ഉണ്ട്. സോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് കറക്റ്റ് കിട്ടും. കണ്ടോ, ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയില്ല. ഞാൻ ഡോട്ട് ഇട്ടതിൽ കൂടെ തന്നെ നേരെ അങ്ങ് പോയാൽ മതി. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റിച്ച് കിട്ടും. രണ്ട് സ്റ്റിച്ചിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പെട്ടെന്ന് തന്നെ. കണ്ടോ? ഓക്കെ, ബൈ.